അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ ദൈവബന്ദ് ബറേൽവി വഹാബി പഠനം എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് തബ്ലീഗ് മർക്കസ് ആയിട്ടുള്ള മദീന പള്ളി, ആ പള്ളിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രസംഗം. അതായത് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 23, 2024 നടന്ന ജുമുഅ ബയാനാണ്. ജുമുഅക്ക് നടന്ന ബയാനാണ്. അത് നടത്തിയിട്ടുള്ളത് അനസ് ഉസ്താദാണ്. മദീന മസ്ജിദിൽ വെച്ച്, കോഴിക്കോട് മദീന മസ്ജിദിൽ വെച്ച് അനസ് ഉസ്താദാണ് ആ പ്രസംഗം നടത്തിയത്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വ്യക്തമായ രീതിയിൽ വഹാബിസത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു 2 മിനിറ്റിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അതിന് ഒരുപാട് പ്രതികരണങ്ങൾ ആ വീഡിയോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുന്നികൾക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആ പ്രസംഗത്തിലൂടെ ഇവരിപ്പോൾ എങ്ങോട്ടേക്കാണ് സമുദായത്തെ ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. ഇതിപ്പോൾ പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ നടത്തുന്നതിലൂടെ ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂലിപ്പണിക്കാരാക്കി മാറ്റുക എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. പക്ഷെ എങ്കിലും ഇതിൽ വഹാബിസത്തുക്ക് സലഫിസത്തുക്ക് ചാഞ്ഞ് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സലഫികളായ ആളുകൾ, അവരിൽ പലർക്കും എന്തുണ്ട്, ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ പറഞ്ഞതിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഇത് ഖുർആൻ്റെ സന്ദേശം തന്നെ അല്ലേ, പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ളത് ഒരു സംശയം ചില ആളുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ, അവർക്ക് വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനിതിന് ചില എക്സ്പ്ലനേഷനുകൾ കൊടുക്കണം. എന്താണ് ഈ പ്രസംഗത്തിൽ വന്നിട്ടുള്ള പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വകയായിട്ടുള്ള അഭിപ്രായങ്ങളല്ല ഞാൻ പറയണത്. തബ്ലീഗ് ജമാഅത്തിൻ്റെ ആൾക്കാരും കേരളത്തിലെ സമസ്തൻ്റെ ആലിമീങ്ങളും ഒക്കെ അംഗീകരിക്കുന്നതായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിഷയങ്ങളെ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് തബ്ലീഗ് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, മറ്റൊന്ന് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ വിഷയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, 2 കേരളത്തിലെ സമസ്ത അംഗീകരിക്കുന്നതായ പണ്ഡിതന്മാർ, അവർക്ക് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക എന്നുള്ളതല്ല ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. അത് ആദ്യമേ തന്നെ നമ്മളിവിടെ അറിയിക്കാം. അപ്പോൾ ഇവിടെ ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസംഗത്തിന് ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇത് ഖുർആൻ്റെ സന്ദേശമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഖുർആൻ്റെ സന്ദേശമല്ല, അതാണ് ഇവിടുത്തെ വിഷയം. ഇത് ഖുർആൻ ദുർവ്യാഖ്യാനിച്ച സന്ദേശമാണ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗത്തിൽ എത്ര ശക്തമായിട്ട് എതിർക്കുന്നത്. ഈ പ്രസംഗത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അതായത് ഖുർആൻ്റെ സന്ദേശം, ഖുർആൻ ആയത്തുകൾ ഓതിയതുകൊണ്ട് മാത്രം ഒരു സംഗതി, ഖുർആൻ ഓതിയും കൊണ്ട് ഒരു കാര്യം വിശദീകരിച്ചതുകൊണ്ട് മാത്രം ഒരു സംഗതി ഖുർആൻ സന്ദേശമാവണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചേകനൂർ പറയാണ് നിസ്കാരം 5 ഇല്ല 3 ആണെന്ന്. അതിന് തെളിവായിട്ട് മൂപ്പർ കുറേ ഖുർആനായത്തോളം ഓതി. അതുകൊണ്ട് മൂപ്പർ പറയുന്ന ഖുർആൻ സന്ദേശമാണ് എങ്ങനെ നമ്മൾ പറയാം? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ഖുർആൻ ദുർവ്യാഖ്യാനിച്ച സന്ദേശമാണെന്ന് പറയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതായത് ലാത്തനെയും ഉസ്സനെയും ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഖിതാബ് ചെയ്തിട്ട് ഇറങ്ങിയ ഖുർആൻ ആയത്തുകളെ എന്ത് ചെയ്തേക്കാണ്, അനസ് മൗലവി എന്ത് ചെയ്തേക്കാണ്, നേരെ കൊണ്ടുപോയിങ്ങാണ്ട് ഇവിടെയുള്ള സുന്നി മുസ്ലിമീങ്ങളെ നേരെ ഫിറ്റ് ചെയ്തേക്കാണ്. മഹാന്മാരോട് സഹായം തേടുന്ന സുന്നി മുസ്ലിമീങ്ങളെ നേരെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇയാൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖവാരിജിയാക്കളുടെ അതേ പ്രവർത്തനമാണിത്. ഞാനതിൻ്റെ ആ വീഡിയോയുടെ താഴെ തന്നെ സ്വഹീഹ് ബുഖാരിയുള്ള ഉദ്ധരണി കൊടുത്തുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശക്കാരായിട്ടാണ് ഖവാരിജിയാക്കളെ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ ആയത്തുകൾ കാഫിരീങ്ങളുടെ മേലെ വന്നിട്ടുള്ള ഖുർആൻ ആയത്തുകൾ പറഞ്ഞ മൊത്തമായ ആശയം പറയണം, അത് എന്ത് ചെയ്യാണ്, മുസ്ലിമീങ്ങളെ മേലെ കൊണ്ടെങ്ങാണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ ഖവാരിജിയാക്കളെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശക്കാരായിട്ടാണ് ആര് കണ്ടത്? പ്രസിദ്ധ സ്വഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ വഴിയായിട്ട്, ഇതിപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു പ്രസംഗം, ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തബ്ലീഗുമായിട്ടൊരു പ്രവർത്തനത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് ഇത്തരത്തിലുള്ള സന്ദേശം ആളുകൾ കൊടുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആളുകൾ മുജാഹിദ് സംഘടനേൻ്റെ ഇവിടുത്തെ മുജാഹിദ് മൗലവിമാർ കൂലിപ്പണിക്കാരായി മാറാത്ത തബ്ലീഗിൻ്റെ പ്രവർത്തകന്മാർ എന്നുള്ളതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്.
ഇവർ ഈ പറഞ്ഞ സന്ദേശങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഇവിടെ കേരള നദൂത്തുൽ മുജാഹിദീൻ്റെയും അതുപോലെ തന്നെ സെൽസബീൽ അൽമനാർ ഉമർ മൗലവി ഇവരുടെയൊക്കെ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ് എന്നുള്ളിടത്തേക്കാണ് ഒരു സാധാരണക്കാരനായ ഒരു തബ്ലീഗുകാരൻ എത്തിച്ചേരുന്നത് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ. എന്നിട്ട് അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് പുറപ്പെട്ടിട്ട് ഈ പറഞ്ഞ ബിദ്അത്തിൻ്റെ ആശയമാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാവണം എന്താ വെച്ചാൽ സമൂഹത്തിൽ ബിദ്അത്ത് വ്യാപിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അനന്തരഫലം അല്ലെങ്കിൽ നത്തീജ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ പ്രസംഗത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രസംഗത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുശ്രിക്കീങ്ങളുടെ മേലെ ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ എന്ത് ചെയ്തിരിക്കണം, മുസ്ലിമീങ്ങൾക്ക് ബാധകമാക്കുന്ന രീതിയിലാണ് ഈ പ്രസംഗത്തിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ പറഞ്ഞ ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, അതായത് ലാത്തനും മുസ്സനൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾ, അവരുടെ യഥാർത്ഥ വിശ്വാസം എന്തായിരുന്നു? ഇത് നമ്മൾ ആദ്യം പഠിക്കാനുണ്ട്. ഏത് വിശ്വാസത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞ ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത്? ഇത് നമ്മൾ ഫസ്റ്റ് പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ എന്തുണ്ടാവും വ്യക്തമായ രീതിയിൽ പിടികിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ പറഞ്ഞ വിഷയത്തിൽ, അതായത് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്താണ് എന്നുള്ള വിഷയത്തിൽ ഞാൻ രണ്ട് വിഭാഗം പണ്ഡിതന്മാരെയാണ് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ആദ്യമായിട്ട് ദൈവബന്ധി പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഉദ്ധരിക്കാം. രണ്ടാമത്തെ സംഗതി, അത് കഴിഞ്ഞ് ബറേൽവികളെ ഉദ്ധരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തബ്ലീഗിൻ്റെ ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി വാദിക്കുന്ന ഒരു സംഗതിയാണ്, ഞങ്ങൾ ദൈവബന്ധി മസ്ലക്കിലാണ് പോകുന്നത്, ദൈവബന്ധിൻ്റെ മൻഹജാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്, ഞങ്ങൾ ആ ആശയത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് അവർ സാധാരണ പറയാറ്. അപ്പോൾ ആ പറയുന്നതൊക്കെ ആത്മാർത്ഥതയോടും മനസ്സ് തട്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവന്ന ഇബാറത്തുകളും ഈ തെളിവുകളൊക്കെ അവരെന്ത് ചെയ്യും, അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിലെടുത്തിട്ട് അവരുടെ നിലപാടുകൾ തിരുത്താൻ അവർ തയ്യാറാവും. അപ്പോൾ അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ദൈവബന്ധി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മൗലാന അഷ്റഫ് അലി ഥാനവി, അവർ ദൈവബന്ധികൾപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഇംദാദുൽ ഫത്താവ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള കിതാബ്. അഷ്റഫ് അലി ഥാനവിൻ്റെ കിതാബാണ് ഇംദാദുൽ ഫത്താവ. അപ്പോൾ ഈ ഇംദാദുൽ ഫത്താവയിൽ ഖബറാളികളോട് സഹായം തേടിയാൽ എപ്പോഴാണ് ഷിർക്കാവുന്നത്, അതുപോലെ തന്നെ മുശ്രിക്കീൻ അതായത് അറബ് നാട്ടിലുണ്ടായിരുന്ന മുശ്രിക്കീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ പ്രവാചകത്വ നിയോഗത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങൾ, അവരുടെയൊക്കെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ആ ഇബാറത്തിലുള്ളത് എന്നുള്ളത് ഞാൻ വായിച്ച് അർത്ഥം വെക്കാം. അപ്പം നമുക്ക് ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ അബദ്ധം ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതിൽ അഷ്റഫ് അലി താനവി ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മക്ബറകളിൽ ഖബർ ഖബർ പൂജകരായിട്ടുള്ള ആൾക്കാർ, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചാണ് പറയണത്. ഇവിടെ പറഞ്ഞ इन इबारात का मुक्तला ये है कि क़ब्र परस्तों और ताज़िया परस्तों में जो लोग अहल क़ुबूर या ताज़िया के निस्बत तासीर गैबी का मुअतक़िद है वो मुश्रिक है. അതായത് ഖബറാളി ഖബർ പൂജകരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അതായത് മുശ്രിക്ക് ആവാനുള്ള മാനദണ്ഡം എന്താണെന്ന് അഷ്റഫ് അലി താനവി പറയണം. അതായത് മുശ്രിക്ക് ആവൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ മക്ബറകൾക്ക് താസീർ ഗൈബി ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അവർ മുശ്രിക്കാവുക. അപ്പോൾ ഈ താസീർ ഗൈബി എന്താണ് എന്നുള്ളത് പിന്നീട് അഷ്റഫ് അലി താനവി വിശദീകരിക്കുന്നുണ്ട്. എന്താ അവിടെ പറയണത്, അതിന് മുമ്പായിട്ട് അഷ്റഫ് അലി താനവി വേറൊരു പോയിന്റ് കൂടി വെക്കുകയാണ്. ഈ താസീർ ഗൈബി വിശ്വസിച്ചാലേ മുശ്രിക്കാവുള്ളൂ. ഈ താസീർ ഗൈബി അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വിധി എന്താണെന്നും പറയുന്നുണ്ട്. और जो महव वाहिरी तालीम के तौर पर इनको सजदा वगैरह करते हैं और इनका मुअतक़िद नहीं है वो शिर्क अमली की वजह से फासिक है, काफिर नहीं. ഇനി ഈ മക്ബറകൾ സുജൂദ് ചെയ്യുക പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തില്ല, അതിൽ അവർ അതിൽ ഷിർക്ക്പരമായ വിശ്വാസങ്ങളൊന്നും അവർ വെച്ച് പുലർത്തുന്നില്ല. തഅലീം, അതായത് ബഹുമാനാർത്ഥമാണ് അവർ ഖബറിനെ സുജൂദ് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്ട് അത് ഷിർക്ക് അമലിയാണ്. എന്ന് വെച്ചാൽ ആ ഷിർക്ക് അമലി എന്ന് പറഞ്ഞാൽ ഷിർക്കിനോട് സാദൃശ്യമുള്ള പ്രവർത്തനങ്ങൾ, മുഷബ്ബ ഷിർക്ക് അമലി എന്നൊക്കെ എന്തെങ്കിലും ദൈവബന്ധി ഉലമാക്കളെ കിതാബുകളിൽ കാണാൻ പറ്റും. ആ ഷിർക്ക് അമലി എന്നൊരു പ്രയോഗം അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്.
അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷിർക്ക് അമലിയാണ്. അതിന് കാരണമായിട്ട് അവർ ഫാസിക്കേ ആവുള്ളൂ, കാഫിറാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് തഅലീം, അതായത് ബഹുമാനാർത്ഥ ഖബറിന് സുജൂദ് ചെയ്യുന്ന ഒരു വ്യക്തി, ആരാധന എന്നുള്ള നിലയില്ല, ബഹുമാനാർത്ഥ ഖബറിന് ഒരാൾ സുജൂദ് ചെയ്യാണ്, ആ വ്യക്തി എന്താണ്? ഫാസിക്കാണ്, കാഫിറല്ല. ഇതാണ് ആര് പറയണത്? മൗലാന അഷ്റഫ് അലി ഥാനവി വളരെ വ്യക്തമായിട്ട് പറയണത്. എന്നിട്ട് തായ്സീർ ഗൈബി എന്താണെന്നുള്ളത് പിന്നീട് വിശദീകരിക്കണം. എപ്പോഴാണ് മുശ്രിക്ക് ആവുള്ളൂ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കെ ബാദ് തോ യെ അഖീദ ഹോത്താ ഹെ कि अल्लाह ताला ने किसी ख़ास मखलूक को जो इसका मुक़र्रब है कुछ कुदरत मुस्तकिल्ला नफ़ा व ज़ुरर की इस तरह से अता फरमा दी है कि इसका अपने मुअतक़िद व मुखालिफ को नफ़ा या ज़ुरर पहुँचाना मशीयत जुज़िया हक़ पर मौक़ूफ़ नहीं. അതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചില ആളുകൾ ഇങ്ങനെയുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്തുന്നു. എന്താണ് വിശ്വാസം? അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ചില പ്രത്യേക സൃഷ്ടികളെ, അതായത് അള്ളാഹുമായിട്ട് അടുത്തിട്ടുള്ള ചില പ്രത്യേക സൃഷ്ടികൾക്ക് ചില ഖുദ്റത്ത് മുസ്തഖില്ല നൽകിയിട്ടുണ്ട്. ഖുദ്റത്ത് മുസ്തഖില്ല സ്വയമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഉപകാരം ചെയ്യുവാനും ഉപദ്രവം എത്തിക്കാനും ഒക്കെ ഉള്ള സ്വയമായ കഴിവുകൾ ചില സൃഷ്ടികൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയണത്? അത് ഏത് തരത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സൃഷ്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ ഈ സൃഷ്ടി എതിർക്കുന്ന ആളുകൾ, അവർക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഈ സൃഷ്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് എന്തില്ല? അള്ളാഹുവിൻ്റെ ജുസ്ഇയായ മശിയത്തുമ്മൽ അതുമായി ബന്ധപ്പെടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനും ജുസ്ഇയായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ, ഉപകാരം ഉപദ്രവം ചെയ്യാനൊന്നും അള്ളാഹിൻ്റെ അനുമതി ഈ സൃഷ്ടിക്ക് ആവശ്യമില്ല. അതാണ് ജുസിയത്ത് മഷിയത്ത് ജുസിയ ഹക്ക് പർ മൗഖൂഫ് നഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജുസ്ഇയായ മഷിയത്തിലേക്ക് ഇത് ബന്ധപ്പെടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ സൃഷ്ടിക്ക് സ്വതന്ത്രമായ അധികാരം കൊടുത്തിക്കണേ. സ്വതന്ത്രമായ രീതിയിൽ ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യുവാനൊക്കെ സൃഷ്ടിക്ക് അധികാരമുണ്ട്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇടപെടുന്നില്ല. അതിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. അള്ളാഹിൻ്റെ അനുമതി ഓരോ കാര്യങ്ങൾക്കും എന്തില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതിയും അള്ളാഹുവിൻ്റെ മശിയത്തൊന്നും ഈ സൃഷ്ടിക്ക് ആവശ്യമില്ല. അള്ളാഹിൻ്റെ അനുമതി കൂടാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലുള്ള സ്വാതന്ത്ര്യവും പവറും ഒരു സൃഷ്ടിക്ക് കൊടുത്തിക്കണമെന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഇവിടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, അമ്പിയാക്കളെ സംബന്ധിച്ചോ ഔലിയാക്കളെ സംബന്ധിച്ചോ മലക്കുകളെ സംബന്ധിച്ചോ ഒന്നും തന്നെ നമ്മളങ്ങനെ വിശ്വാസം വെച്ച് പുലർത്തുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് സ്വതന്ത്രമായ അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ സ്വതന്ത്ര അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതിനും അള്ളാഹിൻ്റെ അനുമതിയൊന്നും ആവശ്യമില്ലാതെ മൊയ്തീൻ ഷെയ്ഖിന് അള്ളാഹിൻ്റെ അനുമതി കൂടാതെ തന്നെ ഇവിടെ പല കാര്യങ്ങളും നടത്താൻ പറ്റും. ആ രീതിയിലുള്ള സ്വാതന്ത്ര്യവും പവറും മൊയ്തീൻ ഷെയ്ഖിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഔലിയാവ് കൊടുത്തിട്ടുണ്ടെന്നും ലോകത്തൊരു സുന്നിയും വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് മലക്കൾക്ക് അങ്ങനെ മലക്കളെ കാര്യമായാലും ശരി, ഔലിയാക്കളെ കാര്യം ശരി, അമ്പിയാക്കളെ കാര്യം ശരി, സുന്നി മുസ്ലിമിന് വിശ്വാസം അതാണ്. ഈ പറഞ്ഞ വിശ്വാസം ആർക്കില്ല? അവിടുത്തെ സുന്നികൾക്കില്ല. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു വിശ്വാസം വെച്ച് പുലർത്താം. എന്നിട്ട് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോ അഗർ റോക്ന ചാഹെ തോ ഫിർ ഖുദ്റത്ത് ഹക്ക് ഹി ഗാലിബ് ഹെ. അപ്പോൾ ഇനി ഇത് തടയണമെന്ന് ഉദ്ദേശിക്കുമ്പം അള്ളാഹിൻ്റെ ഖുദ്റത്ത് ഗാലിബായി വരും. അങ്ങനെയാണ്. ആ സമയത്താണ് അള്ളാഹിൻ്റെ കഴിവ് വെളിവാകുക. അതായത് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സ്വതന്ത്രമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു വെച്ചിരിക്കുകയാണ് അധികാരം. ഇവർക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓരോന്നും അള്ളാഹിൻ്റെ അനുമതിയും അള്ളാഹിൻ്റെ മശിയത്തൊന്നും ഇവർക്ക് ബന്ധപ്പെടുന്നില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അള്ളാഹ് ഇവരുടെ പ്രവർത്തനം തടയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ ഖുദ്റത്ത്, അള്ളാഹിൻ്റെ പവർ ഗാലിബായിട്ട് വരും. ഈ ഒരു രീതിയിലുള്ള വിശ്വാസം. അപ്പോൾ ഇതിന് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അതായത് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, जैसे सलातीन अपने नाइबिन हुक्काम को ख़ास इख्तियारात इस तरह दी देते हैं कि इनका अजर इस वक्त सुल्तान आलम की मंजूरी पर मौकूफ़ नहीं होता. അതായത് സുൽത്താന്മാർ, അത് ഇതിന് ഉദാഹരണം പറഞ്ഞാൽ സുൽത്താന്മാർ ചില തൻ്റെ കീഴിലുള്ള ചില അധികാരികൾക്ക് ചില ഇഖ്തിയാറാത്തുകൾ, ചില അധികാരങ്ങൾ കൊടുക്കും. അപ്പോൾ ആ അധികാരങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അധികാരം നടപ്പാക്കുന്ന സമയത്ത് സുൽത്താൻ ആലമിൻ്റെ അനുമതി അവർക്ക് ആവശ്യം വരുന്നില്ല. ഗോ റോക്ന ചാഹേത്തോ സുൽത്താൻ ഹി ക ഹുക്മ ഗാലിബ്. എന്നാൽ ഇതെല്ലാം തടയണമെന്ന് ഒറ്റയ്ക്ക് വീറ്റോ പവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ തടയണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? സുൽത്താൻ്റെ പവർ ഗാലിബായിട്ട് വരും. പക്ഷെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ എന്തില്ല? ഈ ഹുക്കാമുകൾക്ക് സുൽത്താൻ്റെ അനുമതി ആവശ്യമില്ല. ഈ രീതിയിലുള്ള വിശ്വാസം. സോ യേ അഖീദ
തോ എഴുത്തിക്കാത് തഹസീർ ഹേ. അപ്പോൾ ഇതാണ് എഴുത്തിക്കാത് തഹസീർ. നേരത്തെ പറഞ്ഞ തഹസീർ ഗൈബി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിശ്വാസം. ഇത്തരത്തിലുള്ള വിശ്വാസം കബറാളികളോട് വെച്ച് പുലർത്തി കബറാളികളോട് ചോദിച്ചു കഴിഞ്ഞാലാണ് അത് ശിർക്കാവുക എന്നാണ് അഷ്റഫ് അലി താനവി പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. और मुशरिकीन अरब को अपने आलिहा बातिला के साथ यही എഴുത്തിക്കാത് था. കാരണം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അറബ് നാട്ടിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എന്ന് വെച്ചാൽ ലാത്തനിക് ഉസ്സനൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാർ, അവർക്ക് അവരുടെ പിഴച്ച ആലിഹ ബാത്തിലായിട്ടുള്ള ഇലാഹുകൾ, ബാത്തില ഇലാഹുകൾ എന്ന ലാത്തി മുസി അങ്ങനത്തെ ബാത്തില ഇലാഹുകൾ, അവരോടുണ്ടായിരുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതേ ഈ പറഞ്ഞ വിശ്വാസം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ദൈവങ്ങൾക്ക് ചില പവറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ദൈവങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഇഷ്ടപ്രകാരം ഉപകാരം ഉപദ്രവമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു കൊടുക്കാൻ പറ്റും. അതിലൊന്നും അള്ളാഹിൻ്റെ അനുമതിയും അള്ളാഹിൻ്റെ മശിയത്തൊന്നും ബന്ധപ്പെടുന്നില്ല. അള്ളാഹിൻ്റെ അനുമതി കൂടാതെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പവറും അധികാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തം വീറ്റോ പവർ ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതിനുള്ള ആ സമയത്ത് അള്ളാഹിൻ്റെ കുദ്റത്ത് ഖാലിബായി വരും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ജുസ്ഈ ആയ കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ മശിയത്തുമായി മൗഖൂഫല്ല, അവർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വിശ്വാസം, ഇത് ശിർക്കിൻ്റെ വിശ്വാസമാണ്, യാതൊരു സംശയവുമില്ല. ഈ വിശ്വാസം ഇവിടെ ലോകത്ത് ഒരു ഏറ്റവും ജാഹിലായ ഒരു സുന്നി മുസ്ലിം പോലും വിശ്വസിക്കാത്ത വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആയത്തുകൾ, ആ ആയത്തുകളാണ് മഹാന്മാരോട് സഹായം തേടുന്ന സുന്നികളുടെ നേരെ ഈ പറഞ്ഞ അനസ് മൗലവി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് എത്ര വലിയ ഗൗരവമാണ്. അപ്പം ഇത് ഖവാരിജിൻ്റെ പണിയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ തഫ്സീർ എന്താ, ഇതിൻ്റെ വിശദീകരണം എന്താ എന്ന് നോക്കാതെ വെറും ആയത്തിൻ്റെ ലാഹിർ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് പോയിട്ട് ആളുകൾ ഇങ്ങനെ കുഴിച്ചടിക്കുമ്പോൾ ഇവർ മുജാഹിദ് സംഘടനയുടെ കൂലിപ്പണിക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം और बाल यकीद അപ്പോൾ പിന്നെ പറയുക വെച്ചാൽ बाल का ये अकीदा होता है कि ऐसी कुदरत मुस्तकिल्ला तो किसी मखलूक में नहीं, मगर बाल मखलूक को कुर्ब व कबूल का ऐसा दर्जा आता होता है कि ये अपने मुतवस्सिलिन के लिए सिफारिश करते हैं, बिर इस सिफारिश के बाद भी इनका नफ़ा लुर का इख्तियार नहीं दिया जाता, बल्कि हक़ ताला ही नफ़ा लुर पहुँच जाते हैं, लेकिन इस सिफारिश का कबूल में തഖല്ലുഫ് കബി നഹി ഹോത്ത. ഇനി അങ്ങനെയാണെങ്കിലും അത് തെറ്റായ വിശ്വാസം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജബരിയായ ഷഫായത്ത് എന്നാണ് പറയുക. മക്ക മുശ്രിക്കീങ്ങൾക്ക് ഇതുണ്ടായിരുന്ന വിശ്വാസം ജബരിയായ ഷഫായത്ത്, അതാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ പറഞ്ഞു വെച്ചാൽ ചിലർക്ക് വേറൊരു തരത്തിലുള്ള അക്കീദയാണ് ഉള്ളത്, അതും തെറ്റാണ്. എന്താണിത്? അതായത് അവർ ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്വയമായ കഴിവുണ്ട് എന്ന് പറയണില്ല, ഇത്തരത്തിലുള്ള സ്വയമായ കഴിവുണ്ട് എന്ന് പറയണില്ല. അതുപോലെ തന്നെ എന്നാൽ ചില മഖ്ലൂക്കുകൾ അള്ളാഹുമായുള്ള അടുപ്പം അള്ളാഹു സുബ്ഹാനഹു എത്രത്തോളം നേടിയെടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുമായി അടുത്ത ആളുകളെ കൊണ്ട് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹ് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവർ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുപാർശ അള്ളാഹു ഒരിക്കലും തട്ടൂല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. और इस सिफारिश की तहसील के लिए इसके साथ बिला वासिता या बिवासिता मुआमला मुशाबा इबाद करते हैं. അപ്പം ഈ പറയണ ഇത്തരത്തിലുള്ള ശുപാർശ അത് അള്ളാഹ് തട്ടൂല എന്നുള്ള രീതിയിലുള്ള ശുപാർശ, അതാണ് ജബരിയായ ഷഫായത്ത്. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ മേലെ ഈ ശുപാർശ സ്വീകരിക്കുന്ന നിർബന്ധമാണെന്ന് മനസ്സിലാക്കാം. ഇതായിരുന്നു മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന ശുപാർശയുടെ രീതി. ഇത് ശരിക്കും തെറ്റാണ്. അപ്പം ആ ശുപാർശയുടെ വിശ്വാസം വെച്ചിട്ട് ഇബാദത്തിൻ്റെ രൂപത്തിലുള്ള എന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക, മുആമലകൾ അവരുമായിട്ട്, ഇടപാടുകൾ അവരുമായിട്ട് നടത്തുക. ഇഅ്തിഖാദ് തഅസീർ, ഇത് തഅസീർ ഗൈബി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബിലാ ദലീൽ ശറഈ ബൽക്കി ഖിലാഫ് ദലീൽ ശറഈ ഐസാ കെ രക്ന മാസിയത്ത് ഇഅ്തിഖാദിയ. പക്ഷേ ഇങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തൽ ഇത് എന്താണ്? മാസിയത്താണ്, തെറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർ മുഷാബ അങ്ങനെയുള്ള വിശ്വാസം. അതായത് ഇവിടെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപകാരവും ഉപദ്രവവും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കണമൊന്നുമില്ല. ശുപാർശയാണ് ചെയ്യുന്നത്. ശുപാർശ ചെയ്യുമ്പോൾ അള്ള തന്നെ ഉപകാരം ഉപദ്രവം ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുണ്ട്, ഈ ശുപാർശ അള്ള തട്ടൂല എന്ന് മനസ്സിലാക്കുക. അള്ള എന്തായാലും ഈ ശുപാർശ സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുക. ആ രീതിയിലുള്ള മുആമല, എന്നിട്ട് ആ രീതിയിൽ അവരുമായിട്ട് മുആമല ആ രീതിയിൽ നടത്തുക. ഇത് തെറ്റായൊരു കാര്യമാണ്, മാസിയത്താണ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കാവുന്ന രീതിയിലുള്ള വിശ്വാസം. മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമായി കൊണ്ട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ദയൂബന്ദി പണ്ഡിതനായിട്ടുള്ള അഷ്റഫ് അലി താനവി വിശദീകരിച്ചതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി ഒന്നും കൂടി ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ റഷീദ് അഹമ്മദ് ഗംഗോയി തന്നെ ഈ വിഷയത്തെ ഒന്നും കൂടി വിശദീകരിച്ചിട്ടുണ്ട്.
തൻ്റെ ഫത്താവ റഷീദായിട്ട് ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ് എടുക്കുന്നത്. യാ ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിൻ്റെ ഓർമ്മശിലാണ് ആ വലീഫ ചെല്ലുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിക്കുന്നിടത്ത് അത് ശിർക്കാവുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനടുത്ത് അതിൻ്റെ വിശദീകരണം പറയുകയാണ്. എന്താ പറയണത്? അത് മൊയ്തീൻ ഷെയ്ഖ് മുത്തസ്വദിഫ് ബിദ്ദാത്ത്, സ്വയമായ നിലയിൽ തസറുഫാത്ത് ചെയ്യാൻ കഴിവുള്ളവരാണ്, കൈകാര്യകർത്തൃത്വം നടത്താൻ കഴിവുള്ളവരാണ്. അവർ ആലിം ഗൈബ് ബിദ്ദാത്ത്, സ്വയമായ നിലയിൽ അദൃശ്യമറിയുന്നവരാണ്. ഖുദ് ജാൻകർ പടേഗ വോ മുശ്രിക്ക്, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി മുശ്രിക്കാണ്. ഇതിലിപ്പോൾ സുന്നികൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഈ റഷീദ് അഹമ്മദ് ഗംഗോയി പറഞ്ഞ വിഷയത്തിൽ. അതായത് സ്വയം കഴിവ് കൊണ്ട് കൈകാര്യകർത്തൃത്വം നടത്താൻ പറ്റും, സ്വയമായ നിലയിൽ അദൃശ്യമറിയാനുള്ള കഴിവ് മൊയ്തീൻ ഷെയ്ഖിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ശിർക്കാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഇവിടെ സുന്നികൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. और इस अक़ीदा से पटना के शेख को हक़ ताला इत्तिला कर देता है. അതായത് ഇനി ഇങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ്. ഏത് വിശ്വാസം? ഷെയ്ഖിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കും. और भी इल्निही ताला शेख हाजत बरारी कर देते हैं. അതുപോലെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഷെയ്ഖ് ആവശ്യങ്ങൾ വീട്ടും. ഏ ബി മുഷ്രിക് ന ഹോഗ, അങ്ങനെയുള്ള ഒരാൾ മുഷ്രിക് ആവൂല. വളരെ ക്ലിയർ ആയിട്ട് റഷീദ് അഹമ്മദ് ഗംഗോയി അങ്ങനെ ആ വിശ്വാസത്തിലാണ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി മുഷ്രിക് ആവൂല. ബാക്കി മുഅ്മിൻ കി നിസ്ബത്ത് ബദലൻ ഹോന ബി മാസിയത്തെ, അങ്ങനെ മറ്റുള്ള മുഅ്മിനീങ്ങളെ കുറിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തലും തെറ്റാണ്. ഇതാരാ പറയുന്നത്? റഷീദ് അഹമ്മദ് ഗംഗോയി. റഷീദ് അഹമ്മദ് ഗംഗോയി ഇത് പറഞ്ഞിട്ട് ഇത് ഈ വിഷയത്തെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ ആശയത്തെ പല സ്ഥലങ്ങളിലായിട്ട് പല രൂപത്തിൽ എന്തുണ്ട് ഫത്താവ റഷീദിയെ തന്നെ റഷീദ് അഹമ്മദ് ഗംഗോയി വളരെ കൃത്യമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കിതാബുകളൊന്നും എന്തില്ല, ഇപ്പോൾ നമ്മൾ ഇക്ബാൽ പോലെ ദയ്യൂന്തിയും മസ്ലക്കിലൊന്നും ഈ അടുത്ത കാലം വരെ വെളിച്ചം കാണാത്ത കിതാബുകളായിരുന്നു നമ്മളായിരുന്നു ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ദയ്യൂബന്തിൻ്റെ അഡ്രസ്സിൽ വഹാബിസം പ്രചരിപ്പിക്കാനുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ കിതാബുകളൊക്കെ വെളിച്ചം കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ, അതായത് സുന്നി മുസ്ലിമീങ്ങൾ മഹാന്മാരോട് ചെയ്യുന്ന സഹായതേട്ടം അത് ഷിർക്കായിട്ട് പഴയകാല ദയ്യൂബന്തികളൊന്നും കണ്ടിട്ടില്ല. അവർ ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസമായിട്ട് മനസ്സിലാക്കിയ ഷിർക്കും ഇന്നിവിടെ സുന്നികൾ നടത്തുന്ന സുന്നികൾ വലിയാക്കളോട് നടത്തുന്ന സഹായതേട്ടവും ആകാശവും ഭൂമിയും തമ്മിൽ അന്തരമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അഷ്റഫ് അലി ഥാനവിൻ്റെ തന്നെ ഇബാറത്തുകൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എങ്ങനെയാണ് മക്കാ മുശ്രിക്കീങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന ആയത്തുകളെ ഇന്നുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ട് അനസ് മൗലവിനെ പോലത്തെ ഒരു തബ്ലീഗ് പണ്ഡിതന് സംസാരിക്കാൻ പറ്റും? അപ്പോൾ ഇത് വ്യക്തമായ രീതിയിൽ ഖുർആൻ ദുർവ്യാഖ്യാനല്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മെസ്സേജുകൾ കൊടുക്കുന്നത് കൊണ്ട് സമുദായം പിഴക്കാണ്. അതുകൊണ്ടാണ് അത് ജുമാൻ്റെ ദിവസം വെള്ളിയാഴ്ച ഇമാതിരി കുത്തുബകൾ നടത്തിയിട്ട് ആളുകളെ വിശ്വാസം പിഴപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അത് കൃത്യമായ രീതിയിൽ അത് പുറത്തു കൊണ്ടുവരൽ നമ്മളെ മേലെ കടമയായി വരികയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഇത്രയും കൃത്യമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇതേ വിഷയം തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ വിഷയം തന്നെ അഷ്റഫ് അലി താനവിക്ക് പറഞ്ഞിട്ടുള്ള ഇതേ വിഷയം തന്നെയാണ് ബറേൽവി ഉലമാക്കളും പറയുന്നത് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച്. അത് വളരെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കുറച്ച് ലളിതമായ ഭാഷയിൽ ബറേൽവി പണ്ഡിതന്മാരും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹക്കീമുൽ ഉമ്മത്ത് മുഫ്തി അഹമ്മദ് യാർഖാൻ നഈമി എന്നവർ ബറേൽവിയത്തിൻ്റെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഇൽമുൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയത്തെ വളരെ കൃത്യമായിട്ട് തന്നെ മക്ക മുശ്രിക്കീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതായത് ലാത്തനും മുസ്ദനൊക്കെ ആരാധിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താ അവിടെ പറയണത്? ये अकीदा है कि हर ज़र्रा का खालिक व मालिक तो अल्लाह ताला ही है, मगर वो इतने बड़े आलम को अकेला संभालने पर कादिर नहीं, इसलिए इसने मजबूरन अपने बंदों में बाज़ बंदे आलम की इंतज़ाम के लिए चुन लिए हैं. അതായത് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുനിയാവ് ഈ ദുനിയാവ് ഇത് സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നുള്ളതാണ് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. സൃഷ്ടിച്ചത് മാത്രമേ ഇതിൻ്റെ ഖാലിക്കും മാലിക്കും ഉടമസ്ഥനൊക്കെ അള്ളാഹു ആണ് എന്നുള്ളത് ആര് വിശ്വസിച്ചിരുന്നു? മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാണ് ഇവിടെ അഹമ്മദ് യാർഖാൻ നഈമി വിശദീകരിക്കുന്നത്. പക്ഷേ എന്തായിരുന്നു പിന്നെ അവർ മനസ്സിലാക്കി വെച്ചിരുന്നത്? അതായത് ഈ പറഞ്ഞ ആലമിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ആലമ് ഒറ്റയ്ക്ക് നടത്തി കൊണ്ടുപോകാൻ അള്ളാഹ്ക്ക് കഴിയൂല. അതുകൊണ്ട് അള്ളാഹ് നിർബന്ധിതനായിക്കൊണ്ട് തൻ്റെ അടിമകളിൽ നിന്നും ചില അടിമകളെ ഈ ആലമിന് ഇന്തിളാമിന് വേണ്ടി ആലമിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജൈസെ ദുനിയവി ബാദ്ഷാ ഔർ ഇൻകെ മുഹ്കമെ മുഹ്കമെ, ഏതുപോലെ വെച്ചാൽ ദുനിയാവിലെ ചക്രവർത്തിമാർ തൻ്റെ കീഴിൽ ചില അധികാരികളെ ചുമതലപ്പെടുത്തുന്നത് പോലെ.
अब ये बंदे जिन्हें आलम की इंतज़ाम में दखील बनाया गया है वो बंदे होने के बावजूद रब ताला पर धून रखते हैं कि अगर हमारी शफात करे तो रब को मरऊब होकर माननी पड़ेगी. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അടിമകൾ അള്ളാഹ് തിരഞ്ഞെടുത്തതിന് ശേഷം ഈ അടിമകൾക്ക് എന്തുണ്ട് ആലമിൻ്റെ ഈ ഈ ഈ ലോകത്തിൻ്റെ നടത്തിപ്പിൽ അവർക്ക് പ്രവേശനമുണ്ട്. അവർ ദഖീലാണെന്ന് മാത്രമല്ല അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിലും അവർക്ക് എന്തുണ്ട് അള്ളാഹുവിൻ്റെ മേലും ചില നിയന്ത്രണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷഫായത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് അവരുടെ ആ ഷഫായത്ത് സ്വീകരിക്കൽ അനുസരിക്കൽ അള്ളാഹിൻ്റെ മേൽ നിർബന്ധിതരായി തീരും. अगर चाहे तो हमारी बिगड़ी बना दे, हमारी मुश्किल कुशाई कर दे, जो वो कही റബ്ബ് താല को इनको मानी पड़ेगी. അതായത് ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട് അവർ എന്ത് പറഞ്ഞാലും അള്ളാഹ്ക്ക് അനുസരിക്കാൻ അള്ളാഹിൻ്റെ മേൽ നിർബന്ധമായി തീരും. വർണ്ണ ഇൻസ്ക ആലം ബിഗഡ് ജാഗെ അള്ളാഹ് അവരെ അനുസരിച്ചിട്ടില്ലാണ്ടെങ്കിൽ ഈ ദുനിയാവ് ആകെ താളം തെറ്റിപ്പോവും. ഇങ്ങനെയായിരുന്നു മക്ക മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നത്. ആ ഒരവസ്ഥയിൽ ആയിരുന്നു ഈ അടിമകൾ അള്ളാഹിൻ്റെ അടുക്കലുള്ള അധികാരം എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നത്. ജൈസെ അസംബ്ലി കെ മെമ്പർ കെ അഗർച്ചെ വോ സബ് ബാദഷാ की रियाया तो है मगर मुल्की इंतज़ाम में इनका ऐसा दखल है कि मुल्क इन सब की तदबीर से चल रहा है. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ രാജ്യത്തിൻ്റെ രാജാവാണ് എല്ലാം നിയന്ത്രിക്കുന്നതെങ്കിലും എന്തുണ്ട് ഈ മറ്റേ അസംബ്ലി മെമ്പർക്കും എന്തുണ്ട് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും മറ്റുള്ളതൊക്കെ വളരെ വ്യക്തമായ രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ രാജ്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ആര് മനസ്സിലാക്കുന്നത്? മക്ക മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കുന്നത്. ये वो शिर्क है जिसमें अरब की बहुत से मुश्रिकीन गिरफ्तार थे और अपने बुत वद यगूस लात व मनात व इज़्ज़ा वगैरह को रब का बंदा मानकर സാരെ ആലം ക റബ്ബ് താലക്കോ ഖാലിഖ് മാൻകർ മുശ്രിക്കത്തെ. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷിർക്കിലാണ് അറബ് രാജ്യത്തിലുണ്ടായിരുന്ന ധാരാളം മുശ്രിക്കീങ്ങൾ ഉൾപ്പെട്ടു പോയിരുന്നത്. അവരവരെ അടിമകൾ അവരവരുടെ വിഗ്രഹങ്ങൾ വദ് യഗൂസ് ലാത്ത മനാത്ത ഇസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ റബ്ബുകളായി അള്ളാഹുവിൻ്റെ അടിമകൾ റബ്ബിൻ്റെ അടിമകളായി മനസ്സിലാക്കുന്നതിനോടൊപ്പം അതായത് ഈ ലോകം മുഴുവൻ എന്തുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അവർ മുശ്രിക്കുകളായിരുന്നു. അപ്പോൾ ഇസ് അഖീദ സെ കിസി കോ പുക്കാർന ഷിർക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചിട്ട് ഒരാൾ വിളിക്കുകയാണെങ്കിൽ അത് ഷിർക്കാണ്. ഇസ്കി ഷഫായത്ത് മാന്ന ഷിർക്ക്. ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഷഫായത്ത് നമ്മൾ മനസ്സിലാക്കണം അതും ഷിർക്കാണ്. और इसे ഹാജത്ത് റബ മുഷ്കിൽ കുഷ മാന്ന ഷിർക്ക്. ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഒരാൾ നമ്മളെ ആവശ്യങ്ങൾ വീട്ടിൽ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എന്ന് മനസ്സിലാക്കിയാൽ അതും ഷിർക്കാണ്. ഇസ്കെ സാമന ചുക്ന ഷിർക്ക്. അവരുടെ മേലെ ഈ ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഒരാളെ മുമ്പിൽ തല കുനിക്കൽ അതും ഷിർക്കാണ്. ഇസ്കെ താലീം കർണ ഷിർക്ക്. ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഒരാളെ താലീം ചെയ്യുക ബഹുമാനിക്കർണ അതും ഷിർക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയണത്. അപ്പം ഇത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള വിശ്വാസമായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അഹമ്മദ് യാർ ഖാൻ നഈമി ബറേലി പണ്ഡിതൻ അദ്ദേഹം പറയുന്നത്. അപ്പം ഇത് ഈ രണ്ട് ആൾക്കാർ പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ രണ്ട് ഭാഷയിലാണ് പറഞ്ഞതെങ്കിൽ അഷ്റഫ് അലി താനവി പറഞ്ഞതും ദയൂബന്ദി പണ്ഡിതനായ അഷ്റഫ് അലി താനവി പറഞ്ഞതും ബറേലി പണ്ഡിതനായ അഹമ്മദ് യാർ ഖാൻ നഈമി പറഞ്ഞതൊക്കെ ഒരേ ആശയത്തിൽ തന്നെയാണ് അവസാനം എത്തിച്ചേരുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് ദയൂബന്ദി പണ്ഡിതന്മാരും പറയുന്നത്, ബറേൽവി പണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ ദയൂബന്ദി പണ്ഡിതന്മാരെ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വെച്ചാൽ തബ്ലീഗിൻ്റെ ആളുകളൊക്കെ ദയൂബന്ദി പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് ഞാൻ ദയൂബന്ദി ഉലമാക്കളെ കിതാബിൽ നിന്ന് ഉദ്ധരണി കൊണ്ടുവന്നത്. ഞാൻ അഷ്റഫ് അലി താനവിൻ്റെ ഈ ഭാഗത്തും കൊണ്ടുവന്നു, റഷീദ് അഹമ്മദ് ഗംഗോയിൻ്റെ ഈ ഭാഗത്തും കൊണ്ടുവന്നു. പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ ഞാൻ ബറേൽവി പണ്ഡിതന്മാരായ അഹമ്മദ് യാർ ഖാൻ നഈമിൻ്റെ ഈ ഭാഗത്ത് കൊണ്ട് ഈ രണ്ട് കൂട്ടരും പറയുന്നത് എന്താണ്? മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ ആശയമാണ്. ഇവിടെ വഹാബികൾ പഠിപ്പിക്കുന്ന ആശയമല്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ, ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നും ഇതാക്കാതെ, ഈ പറഞ്ഞ ആയത്തുകൾ അവരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ താക്കീത് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ആ പറഞ്ഞ ആയത്തുകൾ കൊണ്ടുപോയിങ്ങാണ്ട് മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ മേലെ എന്തുണ്ട് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ
എത്ര വലിയ അപകടകരമായിട്ടുള്ള പ്രവണതയാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ എന്താ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ ഇവരൊക്കെ മുജാഹിദ് സംഘടനയുടെ കൂലിപ്പണിക്കാരായി മാറുക എന്നുള്ളതാണ് ഈ പ്രസംഗം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ്. അങ്ങനെ ഇവർ ജമാഅത്ത് പോയി ഇങ്ങോട്ട് 4 ഭാഗത്തും പോയിട്ട് മുജാഹിദ് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ തൗഹീദാണ് ഇവരെന്ത് ചെയ്യുക ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കാം. ഈ പറഞ്ഞ ജുബ്ബയും വേഷമൊക്കെ കെട്ടിച്ചിട്ട് യൂബന്തി മസലക്കാന്ന് പറയും ചെയ്യാം. എന്നിട്ട് ഇവരെ കൊണ്ട് മുജാഹിദ് സംഘടനയ്ക്ക് വേണ്ടി കൂലിപ്പണി എടുപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഫലത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം വെച്ചുകൊണ്ട് അഖീദകൾ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം തബ്ലീഗ് ജമാഅത്ത് വന്നാലേ ഈ തരത്തിലുള്ള അവസ്ഥകൾ, മോശമായ അവസ്ഥയിൽ നിന്ന് ഉമ്മത്ത് രക്ഷപ്പെടുള്ളൂ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഫൗണ്ടേഷൻ നിന്നുകൊണ്ടുള്ള ദഅവത്ത് മാത്രമാണ് ഫലപ്രദമാകുക എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്.